രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, നമ്മൾ എത്രത്തോളം വചനത്തെ ഗ്രഹിക്കുന്നു. അത് വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് വചനത്തിന്റെ ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറഞ്ഞു. വചനം കേട്ട് സംഗ്രഹിച്ച് ഫലം കായ്ക്കുന്നു. നമ്മൾ വചനം കേട്ട് സംഗ്രഹിച്ച്. ഇന്ന് എനിക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും വചനം സംഗ്രഹിച്ചോ ഇല്ലോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. അവർ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. വചനം കേട്ട ഉടനെ കൈപോക്കി ഹല്ലേലൂയ പറഞ്ഞു. റെസ്പോണ്ട് ചെയ്യുന്നതിലല്ല കാര്യം, സംഗ്രഹിക്കുന്നതിലാണ് കാര്യം, അല്ലെ? ചിലര് കൈ ഉയർത്തും, ഹല്ലേലൂയ പറയും, വചനം കേൾക്കുമ്പോൾ കൈയടിക്കും, പോകും. ആ വചനം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫലം കൊണ്ടിരുന്ന് കാണാൻ പറ്റത്തില്ല. അവരുടെ ജീവിതത്തിലോ സ്വഭാവത്തിലോ ഒന്നും ഒരു മാറ്റവുമില്ല. അവരെങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും പിന്നീട്. പക്ഷേ ചിലരങ്ങനല്ല, പ്രതികരിച്ചില്ല എന്ന് വരാം. പക്ഷെ വചനം കേൾക്കുമ്പോൾ അവരെ തന്നെ വിട്ടുകൊടുക്കും. പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ജീവിതം മാറുന്നത്, അവരുടെ സ്വഭാവം മാറുന്നത്, അവരുടെ പെരുമാറ്റ രീതികൾ മാറുന്നത് കാണാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ വലിയ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രൂപാന്തരത്തിന് നാളുകളായിട്ട് ഈ ദിവസങ്ങൾ മാറട്ടെ. നമുക്ക് ദൈവവചനത്തിന് വായിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ചത്തെ നമ്മുടെ വാക്യം റോമാലേഖനം 8-18 വാക്യം 19 വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18 and 19. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ஆதலால் இக்காலத்து பாடுகள் இனி நம்மிடத்தில் வெளிப்படும் மகிமைக்கு ஒப்பிடத்தக்கவைகள் அல்லவென்று என்கிறேன். மேலும் தேவனுடைய புத்திரர் வெளிப்படுவதற்கு സൃഷ്ടിയാണത് മികുந்த ആവലോട് കാത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെ കുറിച്ച് ആദ്യത്തെ ദിവസം തന്നെ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ പറഞ്ഞായിരുന്നു. അതായത് വെളിപ്പെടാണ്ടിരിക്കുന്ന തേജസ്, വെളിപ്പെടാണ്ടിരിക്കുന്ന പുത്രത്വം, ഇതിന്റെ രണ്ടിനെയാണ് രണ്ട് വാക്യങ്ങളിൽ പറയുന്നത്. വെളിപ്പെടാണ്ടിരിക്കുന്ന തേജസ്, വെളിപ്പെടുവാണ്ടിരിക്കുന്ന പുത്രത്വം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വളരെ വളരെ വേർപെടുത്താൻ കഴിയാത്തൊരു ബന്ധമുണ്ട് ഈ രണ്ട് കാര്യം തമ്മിൽ, തേജസ്സും പുത്രത്വവും തമ്മിൽ. നമുക്ക് അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പുത്രത്വം എന്ന് പറയുന്നത് രണ്ട് നിലയിലാണ് നമ്മൾ അതിനെ തിരിച്ചറിയേണ്ടത്. നമ്മള് ജഡപ്രകാരം ജനിച്ച ഞാൻ മനുഷ്യനാണ്, ഞാൻ ഒരു മനുഷ്യന്റെ പുത്രനാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെയാണ്. ചിലരുടെ ജീവിതത്തില് വളരെ ചുരുക്കം ചിലർക്ക് അവരുടെ പിതാവ് ആരാണെന്ന് അറിയത്തില്ലാത്തവരുണ്ട്, മാതാവ് ആരാണെന്ന് അറിയാതെ വളർന്നിട്ടുള്ളവരുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അല്ലെ? നമുക്ക് അങ്ങനെ അനാഥരായി വളർന്നിട്ടുള്ളവരുണ്ട്. പക്ഷേ എന്നാൽ ആ വ്യക്തിക്ക് അറിയാം ഞാൻ ഒരു മനുഷ്യന്റെ പുത്രനാണ്. അത് ഒരുപക്ഷെ മാതാവിനെയോ പിതാവിനെയോ അറിയില്ലെങ്കിൽ പോലും അവൻ അറിയാം ഞാനൊരു മനുഷ്യപുത്രനാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് ഒരു അറിവ് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. അതായത് അതിനെ ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ മനുഷ്യപുത്രനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ദൈവപുത്രന്മാരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന പ്രക്രിയയുടെ പേരാണ് ബോൺ അഗെയിൻ. അതിന്റെ പേരാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ ചില വാക്യങ്ങളോട് ചേർത്ത് തന്നെ നമുക്കത് ചിന്തിക്കാം. അതായത് നമ്മള് ജഡത്തിൽ നിങ്ങളെ അറിയും, ജഡത്തിൽ നിങ്ങളെ അറിയും, അല്ലെ? ജഡത്തിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ജഡപ്രകാരമാണ് ജീവിക്കുന്നത്. നിങ്ങൾ ജഡപ്രകാരം നിങ്ങളെ അറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ജഡപ്രകാരമുള്ള പെരുമാറ്റ രീതി, ഭക്ഷണ രീതി, ഉറക്കത്തിന്റെ രീതി, എല്ലാ രീതികളും നിങ്ങൾ ജഡപ്രകാരം നിങ്ങളെ കുറിച്ച് എങ്ങനെയാണോ അറിഞ്ഞിരിക്കുന്നത് അതിന് അടിസ്ഥാനമായി നിങ്ങൾ ജീവിക്കും. ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ അറിവനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ പറയാറില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഈ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു വളരണം. പണ്ടത്തെ കാലത്തെ ഒരു സംസാരം കേട്ടോ, ഞാനതിനോട് ചേർന്ന് പറയല്ല. പക്ഷെ പണ്ട് കാലത്ത് നമ്മളൊരു പറയുന്ന ഒരു വാക്കാണ്, എല്ലാം അറിഞ്ഞ്. അപ്പോ
കുഞ്ഞുങ്ങൾ ജീവിക്കും എങ്ങനെ? അവർ വിചാരിക്കും എനിക്ക് ഇത്ര പറ്റൂ, എന്റെ ലിമിറ്റ് ഇതാ. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവർ വളർന്നു വരുന്നത്. അതുപോലെ തന്നെ പഠനത്തിൽ ചിന്തിക്കുക, പഠനപരമായ കഴിവ്, മറ്റെന്തെങ്കിലും കാര്യത്തിൽ അവർക്കൊരു അറിവുണ്ട്. ആ അറിവിലാണ് അവർ വളർന്നു വരുന്നത്. ആ അറിവിലാണ് അവരുടെ ജീവിത രീതി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിക്ക് എപ്പോഴാണോ, അതായത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, വീണ്ടും ജനനം എന്ന് പറഞ്ഞ എന്തോ ചില പ്രക്രിയകൾ ചെയ്യുന്നതാണ്, ഏതൊക്കെയോ ഒരു പ്രസ്ഥാനത്തിൽ വേറൊരു പ്രസ്ഥാനത്തിലേക്ക് മാറുന്നതാണ്, ഇല്ലെങ്കിൽ പുറമെയുള്ള ചില വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തുന്നതാണ് ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ് എങ്ങനെയോ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ. ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നമ്മൾ തിരിച്ചറിയുക. അതിനെയാണ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ജഡത്തിൽ നിങ്ങളെ അറിയുമ്പോൾ നിങ്ങൾ ജഡപ്രകാരം ജീവിക്കും. നിങ്ങള് ഇന്ത്യനാണ് എന്നറിയുമ്പോൾ ഒരു ഇന്ത്യ പൗരന്റെ നിലവാരം അനുസരിച്ച് നമ്മൾ ജീവിക്കും. ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് അമേരിക്കൻ ആണെന്ന് അറിയുമ്പോൾ അമേരിക്ക പൗരത്വം അനുസരിച്ച് നമ്മൾ ജീവിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ആ പൗരത്വം എന്ന് പറയുന്നത് നമുക്ക് അറിവാണ്. നമ്മൾ ജീവിക്കുന്നത് ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിയല്ലേ? ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആത്മാവിൽ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണെന്നറിയോ? ഇത് ഞാൻ ആത്മാവിൽ ആരാണെന്ന് തിരിച്ചറിയുന്നതിന്റെ പേരാണ് ബോൺ അഗെയിൻ. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെ ശ്രദ്ധിക്കണേ. ജഡത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഫാക്ട്, ആമേൻ. എന്നാൽ സ്പിരിറ്റിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് ട്രൂത്ത്. ഹല്ലേലൂയ. അതായത് ജഡത്തിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് ഫാക്റ്റ് ആണ്, റിയാലിറ്റിയാണ്. പക്ഷേ നിങ്ങൾ സ്പിരിറ്റിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് ട്രൂത്ത്. ആ സത്യം നിങ്ങൾ അറിയും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്ന് പറഞ്ഞാൽ യു ആർ ലിമിറ്റഡ് ഇൻ യുവർ ബോഡി, ബട്ട് യു ആർ അൺലിമിറ്റഡ് ഇൻ യുവർ സ്പിരിറ്റ്. അതായത് നിങ്ങൾക്കൊരു പനി വന്നു, ജഡം പറയും നിനക്ക് പറ്റത്തില്ല, നിനക്ക് പ്രയാസമാണ്, നിനക്ക് തളർന്നു, നീ വീണു, നീ കഴിഞ്ഞു, നിനക്ക് രോഗമാണ്, നീ റെസ്റ്റ് എടുക്ക്, ഇത് പറയും. എന്തു പറയും? ബോഡി പറയും. പക്ഷെ സ്പിരിറ്റ് പറയും, ഹല്ലേലൂയ, ആമേൻ, നിന്റെ ഈ രോഗത്തിനു വേണ്ടി യേശു അവന്റെ ശരീരത്തിൽ മുറിവേറ്റത് കൊണ്ട്, അവന്റെ ശരീരത്തിൽ രക്തം ഒഴുകിയത് കൊണ്ട്, അവൻ നിനക്ക് വേണ്ടി അടിക്കപ്പെട്ടത് കൊണ്ട് നീ ഒരു സത്യം തിരിച്ചറിയണം. നീ രോഗിയല്ല. ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് നീ രോഗിയല്ല. ക്രിസ്തുവിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ഈ അറിവ് നമ്മുടെ അകത്ത് തന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവർ, ഇതിന്റെ പറയുന്ന പേരാണ് ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതായത് ജഡത്തിന്റെ അറിവ്, ജഡവും സോളും, ജഡത്തിന്റെ ക്രമപ്രകാരം സോൾ ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് നാച്ചുറൽ ലൈഫ്. എന്നാൽ ആത്മാവിന്റെ അറിവിൽ ഒരു സോൾ ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് സ്പിരിച്വൽ ലൈഫ്. ആമേൻ. അപ്പൊ ഞാൻ അതിന്റെ പ്രധാന സ്രോതസ്സിലേക്ക് വരിക. അപ്പൊ നമുക്ക് ഗലാത്യ ലേഖനം 4-ാം 1 വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 1 നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം 1 വാക്യം. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. பின்னும் நான் சொல்லுகிறது என்னவெனில், சுதந்திரவாளியானவன் எல்லாவற்றுக்கும் எஜமானாய் இருந்தும் அவன் சிறு பிள்ளையா இருக்கும் காலம் அளவும் அவனுக்கும் அடிமையானவனுக்கும் வித்தியாசம் இல்லை. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, അവകാശി സർവത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം. അപ്പൊ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ശ്രമിക്കും. തിങ്കളാഴ്ച ഞാനത് പറഞ്ഞായിരുന്നു. ഞാൻ അതിലേക്ക് വരും. ശിശുവിനെ കുറിച്ചുള്ളതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? ശിശു എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? അപ്പനും അമ്മയും. ശിശു എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ആരാ ചിന്തിക്കുന്നത്? അപ്പനും അമ്മയും. അതായത് ഈ ശിശു എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ശിശു എന്ന് പറഞ്ഞാൽ അപ്പന്റെ അറിവിലുള്ള ശിശു. അപ്പനും അമ്മയും ഈ ശിശു എന്റേതാണ് എന്ന് അറിഞ്ഞ് ആ ശിശുവിന് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്ന അവസ്ഥയുടെ പേരാണ് ശിശു. എന്നാൽ പുത്രൻ ആരാന്നറിയാമോ? അതായത് നിങ്ങൾ ശ്രദ്ധിക്കണേ, അമ്മയും അപ്പനും പറയുന്ന ഇതെന്റെ മകനാണ് എന്ന് പറയുന്നത് ശിശുത്വം, ശിശുവായിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഇതിൽ നിന്ന് മാറി പുത്രൻ ആരാന്നറിയാമോ? ഇതെന്റെ അമ്മയും അപ്പനുമാണ്, ഇവർക്ക് അനുകൂലമായിട്ട് ഞാൻ ജീവിക്കണമെന്ന് ഞാൻ അറിയുന്ന അവസ്ഥയുടെ പേരാണ് പുത്രത്വം.
വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങളൊന്ന് ഞാൻ ഈ ഒരു ചുരുങ്ങിയ 2 സെന്റൻസിൽ പറയാനായിട്ട് ശ്രമിച്ചപ്പോൾ നിങ്ങളത് അത് വേണ്ട പോലെ മനസ്സിലാകാൻ പ്രയാസം വരുന്നതുകൊണ്ട് ഞാൻ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി വ്യാഖ്യാനിച്ചു പറയും. അതായത് നിങ്ങൾ ശിശുവായിരുന്നപ്പോ നിങ്ങൾ ആരുടെ ആരുടെ മകളാന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനും അറിയാം നിങ്ങൾ അവരുടെ മകളാണ്. അതുകൊണ്ട് അവര് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. നിങ്ങൾ അറിയുന്നതിന് മുമ്പ്, നിങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും, അല്ലെ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ ജനിച്ചു നോക്കിയ ഇപ്പൊ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. 2 കുഞ്ഞുങ്ങളും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവർക്ക് ആവശ്യമുള്ള, അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു കാര്യം, ആ കുഞ്ഞുങ്ങൾക്കുള്ള ആ ഫസ്റ്റ് സീസണിൽ ആവശ്യമുള്ള എല്ലാം നമ്മൾ വാങ്ങിച്ചു വയ്ക്കും, അല്ലെ? നമ്മളെല്ലാ കുടുംബങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ അപ്പനെയും അമ്മയും അറിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു വെക്കും? ആ മക്കൾക്ക് വേണ്ടിയുള്ളതെല്ലാം മാതാപിതാക്കൾ ചെയ്തു വെക്കും. പക്ഷെ പുത്രനായി കഴിഞ്ഞ് ഈ പുത്രൻ എന്താ ചെയ്യണമെന്നറിയാമോ? എന്നെ മകനാക്കാനായിട്ട്, എന്നെ ഈ ലെവലിലാക്കാനായിട്ട് മുഴുവൻ ചെയ്തതാണ് എന്റെ അമ്മയും അപ്പനും. ഇനി എന്റെ ഉത്തരവാദിത്വം എന്നാന്നറിയാം? അവരെ അറിഞ്ഞ് അവരിൽ ഒരാളായിട്ട്, അവർക്ക് വേണ്ടി അവരെ മാനിക്കുന്നവനായി, അവരുടെ നാമം നിലനിർത്തുന്നവൻ, ആ കുടുംബത്തെ നിലനിർത്തുന്ന ഒരുവനായി ഞാൻ വളരണം എന്ന ചിന്തയില്ലേ, അതിന്റെ പേരാണ് പുത്രത്വം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നിങ്ങൾ ശിശുവായിരുന്നപ്പോ, നിങ്ങൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾ യേശു കർത്താവാന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് ആ കുഞ്ഞിന് വേണ്ടി വസ്ത്രവും എല്ലാം വാങ്ങിച്ചു വെക്കുന്ന പോലെ തന്നെ നാം യേശുവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു നമ്മുടെ പാപത്തെ കഴുകി, യേശു നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി, യേശു നമ്മളെ വിടുവിച്ചു, യേശു നമ്മളെ അനുഗ്രഹിച്ചു, യേശു നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചു. പക്ഷെ അപ്പൊ ശിശുവാ. പക്ഷെ എന്നിലൊരു പ്രത്യേകത ഉണ്ടായി. വളർന്നപ്പോ എനിക്കൊരു ബോധ്യമുണ്ടായി, ഞാൻ കർത്താവിന്റെ പൈതലാ. അവനിൽ എനിക്ക് ആരോഗ്യമുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് ബലമുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് ശക്തിയുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് ഉയർച്ചയുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് സമൃദ്ധിയുണ്ട്, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, ക്രിസ്തുവിലായതുകൊണ്ട് ഞാൻ പാപം ചെയ്യാൻ പാടില്ല, ക്രിസ്തുവിലായതുകൊണ്ട് ഞാൻ വിശുദ്ധിയിൽ നിൽക്കേണ്ടവനാ, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന്. അതേ പ്രിയപ്പെട്ടവർ, നിങ്ങൾ അതായത് അമ്മയും അപ്പനും കുഞ്ഞിനെ കുറിച്ച് മാത്രം അറിയുകയും കുഞ്ഞ് അമ്മയും അപ്പനെ കുറിച്ച് അറിയാതിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ശിശു. എന്നാൽ അമ്മയും അപ്പനും ഇവനെ അറിയുന്നു, ഇവനും അമ്മയും അപ്പനെയും തിരിച്ചറിയുന്നു. ആ അവസ്ഥയുടെ പേരാണ് പുത്രത്വം. ഈ പുത്രത്വത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നേരത്തെ അമ്മയുടെയും അപ്പന്റെയും സ്റ്റാൻഡേർഡ് അനുസരിച്ച് അമ്മയും അപ്പനും കുഞ്ഞിനെ ഒരുക്കുമ്പോ പുത്രനായി കഴിഞ്ഞപ്പോ അമ്മയുടെ അപ്പന്റെയും സ്റ്റാൻഡേർഡ് അനുസരിച്ച് പുത്രൻ തന്നെ തന്നെ ഒരുക്കുന്ന, തന്നെ തന്നെ നിർത്തുന്ന, തന്നെ തന്നെ ഒരുക്കുന്ന, തന്നെ തന്നെ മാനിക്കുന്ന, തന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്ന, തന്റെ ജീവിതത്തെ മാറ്റുന്ന അവസ്ഥയുടെ പേരാണ് പുത്രത്വം. Praise God. It's a deep teaching. നിങ്ങൾ പുത്രത്വത്തിലാണോ ഇല്ല ഇപ്പോഴും ചൈൽഡ്ഹുഡിലാണോ? ഇപ്പോഴും നിങ്ങൾ അറിയുന്നില്ലേ എന്റെ രോഗം സൗഖ്യമാക്കി കർത്താവ്? ഇനി നിങ്ങൾ അറിയാതെ ശിശുവായിരിക്കുന്നിടത്തോളം ഒട്ടും ദാസനേക്കാൾ ഒട്ടും. പക്ഷെ പുത്രനാകുമ്പോണ്ടല്ലോ, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലേ, ഞാൻ എന്തിനാ രോഗം ചുമക്കുന്നേ? യേശു എനിക്ക് വേണ്ടി എന്റെ ശാപത്തെ എടുത്തതല്ലേ, ഞാൻ എന്തിനാ ശാപം ചുമക്കുന്നേ? യേശു എന്റെ ദാരിദ്ര്യമെല്ലാം ക്രൂശി ചുമന്ന് നിർത്തല്ലേ, ഞാൻ എന്തിനാ എന്റെ ദാരിദ്ര്യത്തിൽ കഴിയുന്നത്? യേശു എന്റെ പാപം മുഴുവൻ കഴുകിയതല്ലേ, ഞാൻ പിന്നെ എന്തിനാ എന്റെ അകത്ത് കുറ്റബോധമായിട്ട് നടക്കുന്നേ? അപ്പൊ ഈ അറിവിൽ, അതായത് പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, പുത്രത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്ത് അറിവോടുകൂടെ നിൽക്കുകയാണ്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ ആം എ സൺ ഓഫ് ഗോഡ്, ഐ ആം എ ഡോട്ടർ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനാ. ഇതുവരെയും മാതാവും പിതാവാണ് ശിശുക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ പുത്രനായി കഴിയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? പുത്രൻ മാതാപിതാക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്നല്ല, മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, മാതാപിതാക്കളുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് അവരാഗ്രഹിക്കുന്ന പോലെ, അവർ ചിന്തിക്കുന്ന പോലെ, അവർ എന്താണോ അവർ ഡിസൈൻ ചെയ്തത്, അവർ പ്ലാൻ ചെയ്തത്, അതിനെ നിവർത്തിക്കുന്ന തലത്തിലേക്ക് മാറുന്ന അവസ്ഥയുടെ പേരാണ് പുത്രത്വം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം.
സത്യത്തെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീയെ, ഞാൻ ആ ഒരു എക്സാമ്പിൾ എടുക്കുന്നുള്ളൂ, വേറെ ഒരു എക്സാമ്പിൾ എടുക്കുന്നില്ല. നിങ്ങളോട് ഒന്ന് പറയാ, നീ ഒരു പെണ്ണ എന്നൊരു പുരുഷനോടോ ഒരു സ്ത്രീയോട് പറയാം നീ എന്നെ ആണിനെ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീ ആകുവോ പുരുഷനാകുവോ, അല്ല നിങ്ങൾ ആയിരിക്കുന്ന പോലെ തന്നെ ആകുവോ? നിങ്ങളെ വേറെ ആരെല്ലാം എന്തെല്ലാം അഭിസംബോധന ചെയ്താലും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. നിങ്ങൾ ആരാണോ അതാണ്. ഞാൻ പറയാം, നീ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവനാ. നീ പിശാച് വന്നിട്ട് നിന്നോട് പറയും നീ പാപിയാന്ന് പറഞ്ഞ നീ എങ്ങനെ പാപിയാകുന്നത്? നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. പിശാച് വന്ന് പറയും നീ ശാപത്തിൽ കിടക്ക, നീ എങ്ങനെ ശാപത്തിലാകുന്നത്? പിശാച് വന്ന് പറയാം നീ യേശുവിന്റെ അടിപ്പിൽ സൗഖ്യമായ ആളോട് നിന്നോട് നീ രോഗിയാ കേട്ടോ, മിക്കവാറും ഇത് വലിയ രോഗമായിരിക്കും, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവൻ പറഞ്ഞ പിശാച് പറഞ്ഞാൽ സിംറ്റംസ് പറഞ്ഞാൽ നീ എങ്ങനെയാ രോഗിയാകുന്നത്? യേശുവിന്റെ നാമത്തിൽ പറയണം, ഇത് എനിക്കുള്ളതല്ല, എന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ, ഇത് എന്റെ അകത്ത് വാഴാനുള്ളത് ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയാണ്. ഞാൻ കർത്താവിലുള്ള വ്യക്തിയാണ്, ക്രിസ്തുവിലുള്ള വ്യക്തിയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രഖ്യാപിച്ച് അതിൽ വാഴണം. ആ അവസ്ഥയുടെ പേരാണ് പുത്രത്വം. ആരാണ് പുത്രന്മാരാകുന്നത്? ആരാണ് പുത്രന്മാരാകുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കാം. ജോൺ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. அவருடைய நாமத்தின் மேல் விசுவாசம் உள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர்கள் எத்தனை பேர்களும் அத்தனை பேர்களும் தேவனுடைய பிள்ளைகள் ஆகும்படி அவர்களுக்கு அதிகாரம் கொடுத்தார். നമുക്ക് റിസീവ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു കൊറിയർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നെന്നിരിക്കട്ടെ, നിങ്ങൾ അതിൽ എഴുതി ഒപ്പിടും റിസീവ്ഡ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ തിങ് ആണ്, ഒരു മെറ്റീരിയൽ തിങ് ആണ്. നിങ്ങൾ കൈകൊണ്ട് അതിനെ പ്രാപിച്ചതിന്റെ പേരാണ് റിസീവ്. പക്ഷേ യേശുവിന്റെ ക്രൂശുമരണ സമയത്ത് അവിടെ വെച്ച് യേശു മറിയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ. തിരിച്ച് ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ. വചനം ഇങ്ങനെ, അന്നു മുതൽ അവൻ അവളെ കൈക്കൊണ്ടു, വീട്ടിൽ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ അത് ശരീരം കൊണ്ട് സ്വീകരിക്കുന്നത്. ഒരു വ്യക്തിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച പൊസിഷനിൽ നിർത്തുന്നതിന്റെ പേരാണ് അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ അവനെ അംഗീകരിക്കണം. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ആവശ്യം എന്നറിയാമോ? ഡ്രസ് കോഡ് മാറുന്നതല്ല, നിങ്ങളുടെ പുറമെയുള്ള ഭാഗ്യമായ മാറ്റങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാ ക്രമത്തിലോ രീതിയിലോ മാറ്റം വരുത്തുന്നതല്ല, നിങ്ങളുടെ ആരാധിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തെ മാറ്റുന്നതിലല്ല, നിങ്ങൾ ഇവിടുന്ന് അവിടെ അവിടുന്ന് ഇവിടെ. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ചെയ്തോളും. അത് നിങ്ങൾ കർത്താവിന്റെ സമയത്തിനോട് വെയിറ്റ് ചെയ്യുക. പക്ഷെ അതാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതാണ് അതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. അപ്പോ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ് അവനെ കൈക്കൊണ്ട്. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് അവനെ കൈക്കൊള്ളുക? ഹല്ലേലൂയ. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ചിന്തിച്ചു നോക്കിക്കേ, എന്റെ അകത്ത് ഞാൻ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടു. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങള് ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കൈക്കൊണ്ടു, ഒരു പുരുഷനെ ഭർത്താവായിട്ട് കൈക്കൊണ്ടു, റിസീവ് ചെയ്തു. അന്നു മുതൽ നിങ്ങളിൽ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയാതെ, അതുവരെ ബാച്ചുലർ ആയിരുന്ന നിങ്ങള് അപ്പോൾ മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങി ഐ എം ഹസ്ബൻഡ് ഓഫ് സോ ആൻഡ് സോ. ഞാൻ ഇന്ന ആളുടെ ഹസ്ബൻഡ് ആണ്, ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ് പറയാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ ഒരാളെ കർത്താവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ ഭാവത്തിൽ, ചിന്തകളിൽ, പെരുമാറ്റത്തിൽ
ഒരു മാറ്റം ഉണ്ടായി, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ അവനെ ഉള്ളിൽ കൈക്കൊണ്ടതോടുകൂടെ നിങ്ങളുടെ പൊസിഷൻ മാറി. ഹല്ലേലൂയ, ചിന്തിച്ചു നോക്കി, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ഹല്ലേലൂയ ഭർത്താവെന്നോ ഭാര്യയെന്നോ ടൈറ്റിൽ നിങ്ങൾക്കില്ല. കൈക്കൊണ്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൈക്കൊണ്ടത് നിമിത്തം നിങ്ങൾ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മാറിയതുപോലെ തന്നെ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ നിങ്ങളിൽ ഒരു പൊസിഷൻ വന്നു. ഐ ആം എ സൺ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, യേശു എന്റെ അകത്ത് വന്നതുകൊണ്ട് യേശു ആരായിരുന്നോ അതേ പൊസിഷനിലേക്ക് ഞാനും ആയി തീർന്നിരിക്കുന്നു. ഇതെവിടെ സംഭവിക്കേണ്ട കാര്യമാണെന്നറിയാമോ? നമ്മുടെ അറിവിൽ സംഭവിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കേണ്ട മാറ്റമാണ്. ആമേൻ. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ അകത്ത് അവനെ കൈക്കൊണ്ട് അല്ലെങ്കിൽ അവനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ ഈ ബോൺ അഗെയിൻ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതൊരു ഇതൊരു പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്യുന്ന പരിപാടിയല്ല. പ്രത്യേകമായ എന്തോ ചില പ്രത്യേകമായ ഭാഷ സംസാരിക്കുന്ന കാര്യമല്ല ഇത്, ഇല്ലെങ്കിൽ എന്തോ ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ആമേൻ. പൂർണ്ണമായി അതായത് പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, ആമേൻ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് റോമാലേഖനം 8:14 ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുക. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരാണോ? പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്നവരാണോ? ചിന്തിച്ചു നോക്കിക്കേ. ഒരു അലടിയ ദൈവത്തിന്റെ മക്കൾ, സൺസ് ഓഫ് ഗോഡ്, സൺസ് ഓഫ് ഗോഡ്. ആമേൻ. എന്താ പുത്രത്വം? ഈ ശിശുക്കൾക്കും പുത്രന്മാർക്കും നമ്മളുടെ വ്യത്യാസം എന്താ? ശിശുക്കൾക്ക് കാര്യങ്ങളെ അറിയാം അല്ലെ, കാര്യങ്ങളെ അറിയാം അല്ലെ, പക്ഷെ തിരിച്ചറിവില്ല. അറിവുണ്ട്, തിരിച്ചറിവില്ല. അറിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങളെ പറയുമെങ്കിലും തിരിച്ചറിവ് അവർക്ക് തിരിച്ചറിവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പേരൻസ് എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങൾ പറയുന്ന സകല കാര്യങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനല്ല, അത് നിങ്ങളുടെ റോങ് ആണ്, അത് ഇങ്ങനാണ്, അത് ഇങ്ങനാണ്, ശരി, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്താണെന്നറിയോ? അവർക്ക് അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവായിട്ടില്ല. അപ്പൊ ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാ? ഹല്ലേലൂയ. തിരിച്ചറിവ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന അറിവാണ് തിരിച്ച് അറിവ്. ഹല്ലേലൂയ. അതായത് ഓരോ കാര്യത്തെ ഡിസേൺ ചെയ്യാനുള്ളതായ ആമേൻ എബിലിറ്റിയിലേക്ക് വരും. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ. ആമേൻ. ഒരു കോടീശ്വരനായ ഒരു അമ്മയുടെയും അപ്പന്റെയും മകൻ, ഒരു കോടീശ്വരനായ ആമേൻ ഒരു ധനികനായ ഒരു വ്യക്തിയുടെ മകൻ, അവന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അവന് അറിവുണ്ട്, ഞാൻ കോടീശ്വരന്റെ മകനാണെന്ന്. അവൻ അങ്ങനെ തന്നെ ജീവിക്കും. എന്നാൽ തിരിച്ചറിവുണ്ടാകുന്നെന്ന് ഹല്ലേലൂയ അവൻ കോടീശ്വരന്റെ മകൻ എന്ന നിലയിൽ അവനും ഒരു കോടീശ്വരനായിട്ട് അവൻ അതുപോലെ ജീവിക്കാൻ തുടങ്ങും. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹല്ലേലൂയ ഒരു മാറ്റമാണ് എന്തെന്നറിയാമോ? ഹല്ലേലൂയ നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ബോൺ അഗെയിൻ എന്ന് പറയുന്നത് ഏതോ ഒരു കൂട്ടായ്മയുടെ പേരല്ല, ഏതോ ഒരു ആചാരത്തിന്റെ പേരല്ല. ബോൺ അഗെയിൻ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ്. ഇന്ന് നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് വരുമ്പോ ഞാൻ അത് മനസ്സിലാക്കി തരാനായിട്ട് ഒന്ന് പറയാം. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? ലോൺലിനെസ്, റിജക്ഷൻ, ഒറ്റപ്പെടൽ. ഇപ്പോ നേരത്തെ സാക്ഷ്യം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് മൊത്തം ഒന്ന് കേൾക്കാമോ? എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്നറിയാം? അവർ പറയുന്നത് കേൾക്കാൻ ആളില്ല, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണം അവർക്ക്. അപ്പൊ ലോൺലിനെസ്, ഞാൻ പറയട്ടെ, അത് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ജ്ഞാനമുള്ളവർക്ക് ലോൺലിനെസ് ഈസ് എ സ്ട്രെങ്ത്. ജ്ഞാനമില്ലാത്തവർക്ക് ലോൺലിനെസ് ഈസ് എ വീക്ക്നെസ്. ചിന്തിച്ചു നോക്കിക്കേ. ബുദ്ധിയുള്ള ജ്ഞാനികൾ, ശാസ്ത്രജ്ഞന്മാര് കൂട്ടമായിട്ടിരുന്നല്ല കാര്യം, ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെ കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നത്. ഞാൻ പറയട്ടെ, നീ ക്രിസ്തുവിൽ ഉറച്ചു കഴിഞ്ഞാൽ നിന്റെ ഒറ്റപ്പെടിയിലായിരിക്കും. നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തുന്നില്ലേ? നിന്റെ ജീവിതത്തിനകത്ത് നീ എത്രത്തോളം ഒറ്റപ്പെടുന്നോ അത്രത്തോളം നീ സ്ട്രോങ് ആകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വിട്ടച്ചും ആരും ഒറ്റപ്പെട്ടിരിക്കാനല്ല കേട്ടോ ഞാൻ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. you need to separate yourself in Christ. നിന്റെ ഫോക്കസ് ക്രൈസ്റ്റ് ആണ്. കാരണം എന്നറിയോ?
ഹല്ലേലൂയ. ആളുകള് അധികം നിന്നെ ഫോൺ വിളിക്കുന്നില്ല, അധികം ആരോടും നിന്നോട് സംസാരിക്കുന്നില്ല, അധികം ആരും നിന്നെ അപ്പൊ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആകാനായിട്ട് ശ്രമിക്കും, അല്ലേ? നമ്മളെ ആരും ഫോൺ വിളിക്കുന്നില്ലെങ്കിൽ ഉടനെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സമയം കളയും. ഇല്ല, ആ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയമില്ലേ, ആ സമയം ദൈവവചനം എടുത്തൊന്ന് വായിച്ച് കർത്താവിന്റെ ബന്ധത്തിലൊന്നിരുന്ന്, കർത്താവെ ഈ ഒരു ബന്ധം എനിക്ക് തന്നതിനായി, ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തന്നതിനായി, കർത്താവെ നിന്നെ അറിയാൻ എനിക്ക് പ്രാപ്തി തന്നതിനായി സ്തോത്രം, കർത്താവിന്റെ മഹത്വത്തിൽ എന്നെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഭക്തന്മാരെല്ലാം അവരുടെ ജീവിതയാത്രയിൽ അവർ ഒറ്റയ്ക്ക് ആരംഭിച്ചത്, അവർ ഒറ്റയ്ക്ക് നിന്നത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ കർത്താവ് നീ എന്നെ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുമ്പോ, ഹല്ലേലൂയ, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ കോളേജില്, എന്റെ സ്കൂളില്, എന്റെ സഭയില്, ചിലപ്പോ ചില ഭവനങ്ങളുടെ അകത്ത്, ഹല്ലേലൂയ, ചില സമൂഹത്തില്, ചില പ്രത്യേക വിഭാഗങ്ങള്, പല സ്ഥലത്ത് നിന്റെ കഴിവുകളും മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ചിലർ നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുമ്പോ നിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അറിവുള്ളവർക്ക്, ജ്ഞാനികൾക്ക് ഒറ്റപ്പെടൽ ശക്തിയാ. നിങ്ങൾ ജ്ഞാനികളെ വായിച്ചു നോക്കിക്കേ, അവർ ഒറ്റയ്ക്ക് നടക്കുന്നവരാ. അവർക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്റെ പവർ, ഹല്ലേലൂയ. എന്നാൽ വീക്ക് ആളുകൾക്ക് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ജ്ഞാനമില്ലാത്തവർക്ക് ആമേൻ ഒറ്റപ്പെടൽ ഭയങ്കര വീക്ക്നെസ്. അയ്യോ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ആരും എന്നെ കയറിയുന്നില്ല, ഹല്ലേലൂയ, ആമേൻ. അതിന് നിങ്ങൾക്ക് അറിയാലോ, കാക്കകൾ ചേർന്ന് പറക്കും, കൂട്ടം കൂടി പറക്കും, പക്ഷെ കഴുകൻ എപ്പോഴും ഒറ്റയ്ക്ക്, ഈഗിൾ ഒറ്റയ്ക്കാ പറക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ തിരിച്ചറിവുണ്ടാകട്ടെ. ഐ ആം എ സൺ ഓഫ് ഗോഡ്, ഐ ആം എ സൺ ഓഫ് ഗോഡ്, ഐ ആം എ സൺ ഓഫ് ഗോഡ്, ഐ ആം എ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ, എന്റെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, എന്നെ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ശക്തമേറിയത് ചിലത് ചെയ്തെടുക്കാനായിട്ട്, അസാധാരണമായ ചിലത് ചെയ്തെടുക്കാനായിട്ട്, ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്തത് ചെയ്തെടുക്കാൻ. യെസ്, ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് മീ. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഒറ്റപ്പെടുമ്പോ നിങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകരുത്. നിങ്ങൾ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തി, ആരും നിങ്ങളെ വിളിക്കുന്നില്ല, ആരും നിങ്ങളോട് സംസാരിക്കുന്നില്ല, ഉടനെ പിന്നെ വിഷമം, അവിടെ അവരായിരുന്നെങ്കിൽ നല്ല പോലെ കെയർ ചെയ്യും, ഇവിടെ ആരും എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ സഹായിക്കുന്നില്ല, ഒന്ന് വിളിക്കുന്നു പോലുമില്ല. പ്രിയപ്പെട്ടവരെ, നന്നായി. ഇന്നലത്തെ വചനവും ഇന്നത്തെ വചനമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ജീവിതത്തിൽ മറക്കരുതാത്ത വേർഡാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലത്തെ വേർഡാണെങ്കിലും സോ പവർഫുൾ, ഇന്നത്തെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ളവന് മാത്രമേ ചിലരെ താങ്ങി നിർത്താൻ പറ്റൂ. അതായത് രണ്ട് ക്യാരക്ടർ ഉണ്ട്, പറയുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നറിയോ? എനിക്ക് കിട്ടാത്തതൊന്ന് വേറൊരാൾക്ക് കിട്ടുമ്പം അസൂയ. അവർക്ക് വണ്ടി, അവർക്ക് പുതിയ വീട്, അവരങ്ങനെ അസൂയ. വേറൊരു ക്യാരക്ടർ എങ്ങനെയാണെന്നറിയോ? എനിക്ക് കിട്ടാത്തത് ഞാൻ അങ്ങോട്ട് കൊടുക്കും. എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ലെന്നേ, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സ്നേഹം കൊടുക്കും. എനിക്കൊരു കെയർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കെയർ കൊടുക്കും. That is divine nature. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ ഒറ്റപ്പെടൽ എന്റെ ശക്തിയാണ്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന എന്റെ സ്ട്രെങ്ത്, ഐ എം അലോൺ. ഹല്ലേലൂയ, ആമേൻ. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒറ്റയാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയാ, എല്ലാ കാര്യത്തിലും, ബട്ട് ഐ ആം സ്ട്രോങ് ബിക്കോസ് ഹല്ലേലൂയ, ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരുവൻ എന്റെ കൂടുണ്ട്, ലോകത്തിലുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ എന്റെ കൂടുണ്ട്. രാത്രിയിലെ ബോധ്യത്തോടെ ഒന്ന് വിളിച്ചു പറയാം, ഐ ആം born of God. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാ. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. കർത്താവ്, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക വചനം ഞങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അതേ കർത്താവ്, അത് ഞങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറാനായിട്ട്, അതേ കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കുറിച്ച് തിരിച്ചറിവുള്ള പുത്രന്മാരായിട്ട് ഞങ്ങളെ മാറ്റണം. പിതാവും മാതാവും ഞങ്ങൾ അറിയുന്ന ശിശുക്കളായിട്ടല്ല, പിതാവിനെയും മാതാവിനെയും തിരിച്ചറിയുന്ന പുത്രന്മാരായി പ്രയോജനപ്പെടാൻ ഈ കാലഘട്ടത്തിൽ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ്, ഞങ്ങളുടെ പിതാവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് തക്കവണ്ണം ഫലം കായ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.